കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC 2025 ജൂൺ 30 നടത്തിയ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കൊമേഴ്സ് ജൂനിയറിൻ്റെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുകയുണ്ടായി 2028 ജൂലൈക്ക്. അതിനുശേഷം വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഏതെല്ലാം ക്വസ്റ്റ്യനുകൾക്ക് മാറ്റം സംഭവിച്ചു, ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം. പലർക്കും മാർക്ക് പുതിയ ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം മാർക്ക് കൂടിയവരുണ്ടാവും, കുറഞ്ഞവരുണ്ടാവാം, മാർക്കിൽ മാറ്റമില്ലാത്തവരുണ്ടാവും. എങ്കിലും കൂടുതൽ പേർക്കും മാർക്ക് കുറയുകയാണ് ഉണ്ടാവാറുള്ളത്. നമുക്ക് നോക്കാം എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നത്. കോപ്പറേറ്റീവ് എഡ്യൂടെക് കൊമേഴ്സ് കോപ്പറേറ്റീവ് മേഖലയിലെ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ്. ചാനലിനെ ഫോളോ ചെയ്യുക. നോക്കാം. ഫൈനൽ ആൻസർ കീൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 4 ക്വസ്റ്റ്യനുകൾക്കാണ് ഡെലീഷൻ സംഭവിച്ചത്. 3 ക്വസ്റ്റ്യനുകൾക്ക് മോഡിഫിക്കേഷൻ സംഭവിച്ചു. ആൻസറിൽ പ്രൊവിഷണൽ കീ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം ഡിലീഷൻ സംഭവിച്ച 4 ക്വസ്റ്റ്യനുകളും അവിടെ മുൻപേ ഉള്ള ആൻസറും എന്താണെന്ന് നോക്കാം. ഒന്ന് 19 ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ കോഡ് എ പ്രകാരം വിച്ച് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഫിനാൻഷ്യലി ഡെറിവേറ്റീവ് എന്നതിൻ്റെ ആദ്യ സമയത്തെ ആൻസർ പറഞ്ഞത് സി ആയിരുന്നു. അത് പിന്നീട് ഫൈനൽ ആൻസർ കീയിൽ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. മറ്റൊന്ന് 27ാമത്തെ ക്വസ്റ്റ്യന് ആദ്യം ആൻസർ പറഞ്ഞത് ബി ഓപ്ഷൻ ആയിരുന്നു. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഫൈനൽ ആൻസർ കീ പ്രകാരം അതെന്ത് ചെയ്ത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ITRമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. മറ്റൊരു ക്വസ്റ്റ്യന് 33ാമത്തെ ക്വസ്റ്റ്യന് ആദ്യ പ്രൊവിഷണൽ പ്രകാരം ഡി ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് എന്ത് ചെയ്ത് ഡിലീറ്റ് ചെയ്യപ്പെട്ട്. അതായത് ആദ്യ ക്വസ്റ്റ്യന് തീർച്ചയായും കൺഫ്യൂഷൻ അല്ല, ആൻസർ കീ പ്രകാരം തെറ്റായിരുന്നു. ഇപ്പോൾ എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിൽ നോട്ട് ചോദിച്ചത് നോട്ട് 1 ഓഫ് ദി CAS ആണ് തന്നിരിക്കുന്നതിൽ. CAS 1 മെറ്റീരിയൽ കോസ്റ്റും രണ്ടാമത്തെ CAS 4 ഇഷ്യൂ ഉണ്ടായത്. അതാണ് ആൻസർ വരേണ്ടിയിരുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ CAS 8ഉം 12ഉം ശരിയാണ്. ശരിക്കും CAS 4 വേണ്ടത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ക്യാപ്റ്റീവ് കൺസംപ്ഷൻ ആയിരുന്നു. പിന്നെയുള്ളൊരു ക്വസ്റ്റ്യന് 85ാമത്തെ ക്വസ്റ്റ്യനും എന്ത് ചെയ്ത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ആദ്യം അതിൻ്റെ ആൻസർ ഡി ഓപ്ഷനാണ് പറഞ്ഞിട്ടുണ്ടായത്. ഈ 4 ക്വസ്റ്റ്യനുകളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. ഇനി മോഡിഫിക്കേഷൻ വന്നത് ആൻസറിൽ ചേഞ്ച് വന്ന ക്വസ്റ്റ്യനുകൾ 3 എണ്ണമുണ്ട്. അതിലൊന്ന് 25ാമത്തെ ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിരുന്നു. ആദ്യ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞത് അത് പുതിയ കീയിൽ എന്ത് ചെയ്ത് ഓപ്ഷൻ എയിലേക്ക് ചേഞ്ച് ചെയ്തു. മറ്റൊരു ക്വസ്റ്റ്യന് 36ാമത്തത് ആദ്യം ബി എന്ന പ്രൊവിഷണൽ കീ പ്രകാരമുള്ള ആൻസർ ഫൈനൽ കീയിൽ എ ആയിട്ട് മാറിയിട്ടുണ്ട്. എ അതായത് INTO ASR കൺവേഴ്സ്ഡ് വിത്ത് IFRS ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ ടു IFRS എന്ന് പറഞ്ഞിട്ട്. പിന്നുള്ളത് ഒരു ക്വസ്റ്റ്യന് ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യന് തന്നെയാണ് എ കോഡ് പ്രകാരം ആദ്യം ഓപ്ഷൻ എ ആയിരുന്നു പറഞ്ഞത്. അത് ഫൈനൽ ആൻസർ കീ പ്രകാരം എന്ത് ചെയ്ത് സി ഓപ്ഷൻ ഗാന്ധി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയാണ് ചേഞ്ച് വന്നത്. ഫൈനൽ ആൻസർ കീയിൽ വന്ന ചേഞ്ചസുകൾ 4 ഡിലീഷനും 3 മോഡിഫിക്കേഷനാണ്. മറ്റുള്ള മുൻപേ നടന്ന പരീക്ഷകൾ കമ്പയർ ചെയ്യുമ്പോൾ ചേഞ്ചസ് കുറവാണ്. പ്രത്യേകിച്ചും 2014 കോളേജ് എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലൊക്കെ 22ഓളം ക്വസ്റ്റ്യനുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരുന്നു. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 22 ക്വസ്റ്റ്യൻ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യനുകളാണ് പിന്നീട് റാങ്ക് നിർണ്ണയിക്കുക. അപ്പോൾ അത്രയും ഒന്നും വലിയ ചേഞ്ചസ് ഇതിൽ വന്നിട്ടില്ല നമുക്ക് പറയാൻ പറ്റും. ഹയർ സെക്കൻഡറിയിൽ വമ്പൻ മാറ്റങ്ങൾ വരാനിരിക്കുന്നുണ്ട്. നമുക്കറിയാം ക്രെഡിറ്റ് സെമസ്റ്റർ സിസ്റ്റത്തിലേക്ക് മാറാൻ പോകുന്നുണ്ട്. ലയനം സംബന്ധിച്ച് ചർച്ച നടക്കുന്നുണ്ട്. ഇത്തരം സംഗതികൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ നിയമനത്തെ തീർച്ചയായിട്ടും ബാധിക്കും. എത്ര പേര് ലിസ്റ്റിൽ വരും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കട്ട് ഓഫ് പറയാറുള്ളൂ. ചാനൽ പല മുൻകാല എക്സാമ്പിളുകൾക്കും ഒരു ആക്യുറേറ്റ് ആയിട്ട് കട്ട് ഓഫ് പറയാറുണ്ട്. വേണമെങ്കിൽ പ്ലേലിസ്റ്റ് പരിശോധിക്കാം. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എന്ന ലിസ്റ്റിൽ ഒരുപാട് തസ്തികയുടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആക്ച്വലുമായിട്ട് പോയിന്റ് മാത്രം പലതിനും എന്തുണ്ടായിട്ടുള്ളൂ, ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളൂ. കൂടുതൽ വീഡിയോകൾക്ക് അതായത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അസിസ്റ്റൻറ്റ് തസ്തികയ്ക്ക് പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.